2 ചെറുപ്പക്കാർ കാറ് വന്ന് നിർത്തുന്നു. അവർ കയറാൻ പേടിക്കുന്നു. അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ട് പോകാനാ? അവർ പറഞ്ഞു, ഞങ്ങളുടെ വീട് 8 കിലോമീറ്റർ അകലെയാണ്, ഓട്ടോറിക്ഷ ഒന്നും കാണില്ല, പരിചയമുള്ള വീടുകളൊക്കെ അടച്ചിട്ടുണ്ട്. അവര് പറഞ്ഞു, ഞങ്ങള് ഭക്തരായ 2 ചെറുപ്പക്കാരാണ്, നിങ്ങൾ ആശങ്കിക്കണ്ട. അവരുടെ ഫോണ് കൊടുത്തിട്ട് വിളിപ്പിച്ചു. നിങ്ങളുടെ വീട്ടിലേക്ക് വിളിക്കാൻ പറഞ്ഞു. വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ആണുങ്ങളൊന്നും വരാനില്ല. ഈ 2 ചെറുപ്പക്കാർ ആ രണ്ട് പെൺകുട്ടികളെ കാറിൽ കയറ്റി അവരുടെ വീട്ടിൽ കൊണ്ടുപോയിറക്കുന്ന പാവപ്പെട്ട ഒരു വീട്. ആ വീട്ടിൽ നിന്നാണ് 8 ലക്ഷത്തിന്റെ കാറിൽ ചെന്ന ഒരു പുതുമാരൻ വിവാഹം കഴിച്ചത്. കാരണം ആ സത്കൃതയായ പെൺകുട്ടിയുടെ ധൈര്യവും ഈമാനും ആ വീട്ടിലെ വിഷമവും കണ്ടപ്പോൾ അവൻ വിദേശത്ത് വന്ന് പെണ്ണന്വേഷിക്കായിരുന്നു. അവന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു കുട്ടിനെ ഇക്കൊള്ളാം, അതല്ലടാ നല്ലത്. ഇത്രയും നല്ല ഈമാനുള്ള ഇഖ്ലാസുള്ള പടച്ചവനെ പേടിച്ച് വിറക്കുന്ന ഈ കുട്ടിയേക്കാൾ ആരാണ് എനിക്ക് യോഗ്യതയുള്ളത്? കണ്ടെത്തി അവന് വിവാഹം കഴിച്ചു. ഞാൻ ഈ കഥ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ സത്യസന്ധതക്കുള്ള അവാർഡ് കൂടിയ ഒരു പെൺകുട്ടി വിഷമിക്കരുത്, ഒരു പെണ്ണ് വിഷമിക്കാൻ പാടില്ല. ഏതെങ്കിലും തരത്തിൽ നമ്മളോട് ഒരു സഹായം അഭ്യർത്ഥിച്ചൊരു സ്ത്രീ, നമ്മളത് മാന്യമായി ചെയ്യുന്നു, നമ്മൾ ആ വീട്ടിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. പക്ഷേ ഒറ്റക്കായി പോകുന്ന ഒരവസ്ഥയിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഭയപ്പെട്ടാൽ ഗുഹാമുഖത്ത് കല്ലടിഞ്ഞ ആ ചെറുപ്പക്കാരന്റെ കഥ നമ്മൾ ഓർക്കണം. പടച്ചവനെ, എന്റെ ഉപ്പാക്കും ഉമ്മാക്കും ഞാൻ പാലെടുത്ത് വെച്ചിട്ട് എന്റെ കുട്ടികൾ കരഞ്ഞിട്ട് പടച്ചോനെ ഞാനത് കൊടുക്കാതിരുന്നത് എന്റെ മാനോടുള്ള പടച്ചോൻ പഠിപ്പിച്ച കടപ്പാടുകൊണ്ടാണ്. പടച്ചോനെ കല്ലൊന്ന് മാറ്റണേ, എനിക്കെല്ലാ സൗകര്യവും ലഭിച്ചിട്ട് ഞാൻ തിന്മയിലകപ്പെടാതെ ഞാൻ അല്ലാഹുവേ നിന്നെ ഭയപ്പെട്ടുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് പോകുന്നത്. റബ്ബേ നിന്നെ ഓർത്തിട്ടാണ്, രക്ഷപ്പെടുത്തണേ റബ്ബേ, കല്ലൊന്നുകൂടി അകറ്റുന്നു. പ്രിയപ്പെട്ട സഹോദരി, ആധുനിക കാലമാണ്. തട്ടമൂരിനില്ലേ, പർദ്ദയൂരിനില്ലേ? തട്ട ഊരിയാൽ അങ്ങനെയാണ്, തട്ടണ്ട, തട്ട ഊരിയാണ് നല്ലത്. തട്ടമൂരിയാൽ അവാർഡ്, തട്ടമൂരിയാൽ പിന്നെ ഡിമാൻഡ്, തട്ടമൂരിയാല് പിന്നീട് സംഭാഷണം, അതേപോലെ ചാനൽ സ്ഥാനം ഒക്കെ കിട്ടും. സ്വർഗം നമുക്ക് പോകും. തട്ടം കൊണ്ടാണോ സ്വർഗമെന്നല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യാപനം എന്ന ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ട് പറയാം. നമ്മളെ മുടി എന്ത് ചെയ്തത് നരകാഗ്നിയിലേക്കുള്ള ഒരു മുടിയാകാൻ പാടില്ല. അതുകൊണ്ട് ആ വസ്ത്രം ധരിക്കണം, മാന്യമായി വസ്ത്രം ധരിക്കണം. അല്ലേ, നമ്മളുടെ എഴുത്തുകാരി ഉണ്ടായിരുന്നല്ലോ കമലാസുരിയുടെ അടുക്കൽ ഒരു പത്രക്കാരൻ ചെന്നിട്ട് പർദ്ദയിട്ട് തലയിൽ തട്ടമിട്ട ആ സഹോദരിയോട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് സ്വാതന്ത്ര്യമൊന്നും വേണ്ടേ? നിങ്ങളിങ്ങനെ പർദ്ദയൊക്കെ ഇട്ട് നിങ്ങൾ തലയിലൊക്കെ തട്ടൊക്കെ ഇട്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമൊന്നും വേണ്ടേ? ഈ ചോദിക്കണോന്റെ കഥ എന്താ പറയുക, ഒരു കുപ്പായത്തിന്റെ മുകളിൽ കൂടി ഒരു കോട്ടിട്ട് അതിന്റെ കുറുക്കൊക്കെ ഇട്ട് ഓന് സാഹസം തന്നെ കിട്ടണില്ല. ഈ കുറ്റിച്ചൂരയിട്ട് ചെന്നോന് ഓനോട് ചോദിച്ചാൽ, അല്ല ഞാനക്ക് സാഹസമൊന്നും വേണ്ടേ, എനിക്കത് ലൂസാക്കിടാ, എനിക്കിതൊന്നും വേണ്ടേ, പിന്നെ ഞങ്ങൾ തുറന്നിടായിച്ച ഇതിപ്പോ എന്തേ തുറന്നിട്ട് ഓലൊന്നും തുറന്നിടൂല, ഓല കഴുത്തൊന്നും വാർത്തായിക്കുമ്പോ കാണൂല. എന്താ ഇത് കമ്പോളമാണ്. സ്ത്രീ എന്നത് അത് പൊതിഞ്ഞു വെച്ച് സൂക്ഷിക്കേണ്ടത് തുറപ്പിച്ചാലേ ഉള്ളൂ കമ്പോളവൽക്കരിക്കാൻ പറ്റുക. അതുകൊണ്ട് മുസ്ലിം സഹോദരി ഓർക്കുക, നിന്റെ പെങ്ങൾ നിന്റെ ആങ്ങളെ വാങ്ങിത്തരുന്ന ഡ്രസ്സ് അത് മഹത്തരമാണ്, അത് ധരിക്കുക. ഭർത്താവ് വാങ്ങിത്തരുന്ന ഡ്രസ്സ് അത് ധരിക്കുക. പെരുന്നാളിന് എടുക്കുന്ന ഡ്രസ്സ് നമ്മുടെ കുട്ടിക്ക് പറ്റുന്നതാണോ? നമ്മുടെ കുട്ടിയുടെ നഗ്നത മണ്ണാർക്കാടുള്ള ഒരു ചെറുപ്പക്കാരൻ കാണേണ്ടി വരരുത്. അവൻ കാണാൻ വേണ്ടിയിരിക്കല്ല, അവന്റെ കണ്ണിപ്പെടുകയാണ്. അപ്പൊ അവൻ കണക്കാക്കുകയാണ്, പെൺകുട്ടി ആ തരത്തിലുള്ള വസ്ത്രമാണ് നമ്മളുടെ സ്വഭാവത്തെ കൂടി നിർണയിക്കുന്നത്. അതൊക്കെ അല്ല പലരുമൊക്കെ പറയും, പക്ഷെ അതൊന്നും നമ്മൾ കണക്കാക്കണ്ട. അല്ലെ, ആൺകുട്ടിയാകുന്നതും പെൺകുട്ടിയാകുന്നതും പടച്ചോൻ അങ്ങനെ പഠിച്ചിട്ടാ. ഒരു പെൺകുട്ടി 18 കൊല്ലം കഴിഞ്ഞിട്ട് അറിയാം ഞാൻ ആണാകുകയാണ്. ഓളാണ് പിന്നെ അമ്മോനക്കാണ്, അമ്മായിന്റെ സാന്നിധ്യം. ആണാകുന്നത് ഒരു പെണ്ണാകുന്നത് അത്ര മോശ. ഇവിടെ ആർക്കാ ഇവിടെ പണിയില്ലാതെ നടക്കണേ? ആണിന് ഒരുപാട് ഡ്യൂട്ടി ഇല്ല ഇവിടെ, പെണ്ണിന് ഒരുപാട് ഡ്യൂട്ടി ഉണ്ട്. രണ്ടും ഇവിടെ ആവശ്യമുള്ളവരാ. എന്തിനാ ഇത് മാറാൻ നിൽക്കണേ? എന്നിട്ട് മാറിയിട്ടിട്ട് മാറാനാവോ? പടച്ചോൻ പടച്ചത് ഒന്നും ഒരു പൈസ കൊടുത്തുകാണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാക്കിയതല്ല. എന്നിട്ട് അവസാനം എന്ത് ചെയ്യാം, അതിന് കുറെ ആള് പ്രോത്സാഹിപ്പിക്കാം, ആണായി, ഓള് പെണ്ണായി എന്ന് പറയാൻ. എന്നിട്ട് പിന്നെ പറയാ ആണ് പ്രസവിച്ചു, അതിന് ഒരുപാട് ആൾക്കാർ ആണ് പ്രസവിച്ചു.
അപ്പോഴത്തെ ചോദിക്കും, അല്ല കൊന്ത അജ്ജന്റെ 2 കൊല്ലം മുമ്പ് ഇത് പെണ്ണാണ് ആണായത്, അതിനും ഓൻ കഴിച്ചു. അതാപ്പൊ നടക്കണത്. എന്താ ഒരു ആൺകുട്ടി, ഒരു പെൺകുട്ടിയാകുന്നു, ഒരു മാതാവാകുന്നു, ഒരു ഉമ്മയാകുന്നു, ഒരു അമ്മൂമ്മയാകുന്നു, ഒരു വല്യമ്മയാകുന്നു. ഇവിടെ ഒരു കുറവ് വന്നിട്ടുള്ളത്? അതൊരു കെട്ടിക്കൊടുക്കാണോ? ഒരു കുഞ്ഞിന് ജന്മം നൽകി എന്നുള്ളത് എല്ലാ സ്വാതന്ത്ര്യവും നശിപ്പിക്കലാണോ? ഒരു കുഞ്ഞാണ് നല്ലത്, ഒരു കുഞ്ഞേ ആകാവൂ, ഒരു കുഞ്ഞിലേറെ ആകരുത് എന്ന് പറഞ്ഞ് ഒരു വലിയ ഡൽഹിയിലെ ഒരു പ്രമുഖ വ്യക്തി ഒരു സഹോദരിയോട് പത്രക്കാർ ചോദിച്ചു, നിങ്ങളെ പേരിൽ നിങ്ങൾ എത്രാമത്താണ്? ഞാൻ എന്റെ പേരിൽ 6ാമത്തതാണ്, എന്റെ പേരിൽ ഞാൻ 6ാമത്തതാണ്. എന്നിട്ടാണ് പറയുന്നത് ഒന്നും മതി, ആവട്ടെ, ജനിക്കുന്നവർ ജനിക്കട്ടെ, ഹിന്ദു മുസ്ലിമല്ല, ആർക്കും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ എന്താണ്, ഒരു കുഞ്ഞിന് ജന്മം നൽകിയാൽ ആ കുഞ്ഞിനെ നോക്കാൻ മാക്ക് മനസ്സുണ്ടാണ്. ഏതെങ്കിലും ഒരു കാമകന്റെ കോള് കിട്ടുമ്പോഴേക്ക് ആ കുഞ്ഞിനെ വിട്ടേച്ചുകൊണ്ട് കൊന്ന്, അല്ലേ? ഒരു ചെറുപ്പക്കാരൻ പഠിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഓന്റെ മുട്ടുകാലിലിടിച്ചിട്ടൊരു കുട്ടിയെ കൊലപ്പെടുത്തി. അതൊക്കെ നീ നാളെ എവിടെ എത്തുക? അതിന് കൂട്ടുന്നാരാ? ഒരമ്മ, കുഞ്ഞിന് ജന്മം നൽകിയ അമ്മ. അമ്മ എന്നുള്ള 2 അക്ഷരമല്ലയോ ഉച്ചരിക്കുന്നതാദ്യമായി. ആ വാക്കുപോലും ഇന്ന് അസ്ഥാനത്തായി പോയിട്ടുണ്ട്. അപ്പൊ ധാർമ്മികത എന്ന് പറയാം, നിന്റെ ആയുസ്സെന്തിന് ചെലവഴിച്ചു എന്ന് ചോദിക്കും. അൻഷബാബിഹീമാബിലാകൂ, നിന്റെ ആയുസ്സിന്റെ യുവത്വം എന്തിനു നശിപ്പിച്ചു എന്ന് ചോദിക്കും. നിനക്കെവിടെ നിന്നാണ് സമ്പാദ്യം എന്ന് ചോദിക്കും. എങ്ങനെയാണ് എന്റെ പൈസ, എങ്ങനെയാണ് എന്റെ ആരോഗ്യം എന്തിന് ചെലവാക്കി? നല്ല കാര്യങ്ങൾക്ക് ചെലവാക്കി, നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവാക്കി, നല്ല ദീനിയായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കി, നല്ല ആരോഗ്യത്തിന് വേണ്ടി ചെലവാക്കി, നല്ല കാര്യങ്ങൾക്ക് ചെലവാക്കി, വാപ്പാക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി അധ്വാനിച്ചുണ്ടാക്കി, പെണ്ണുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കുട്ടിക്ക്, നിനക്കല്ലേ. അല്ലാതെ നമ്മളൊരു വാപ്പ എന്ന് പറയണില്ല. എന്താ അർത്ഥമുള്ളത്? നമ്മൾ പുരയിലിരിക്കാം, പെണ്ണുങ്ങൾ എവിടെങ്കിലും പോയിട്ട് ഓരോ തൊഴിലുറപ്പിനോ മറ്റോ പോയി കൊണ്ടുവരിക, എന്നിട്ട് അത് നമ്മളിങ്ങനെ തിന്നുക, എന്നിട്ട് ചോദിക്കുക ഇന്നില്ലേന്ന് ചോദിക്കുക. എന്നിട്ട് അവസാനം കുട്ടികൾ സ്കൂളിൽ പോയി പറയാം, എടാ ഞങ്ങൾക്കൊരു വാപ്പുണ്ട്, ഒരു മയന്തനായ വാപ്പയാണ്. എന്റെ വാപ്പയോ? എന്റെ വാപ്പടാ നല്ലോന്ന് നയിക്കും. അപ്പൊ എന്റെ വാപ്പാക്ക് എന്താണെന്നറിയില്ല, ചോദിച്ചൂടെ? ഈ കുട്ടികൾ സങ്കടപ്പെടുക, പൈസ അല്ല, ആശുപത്രിക്ക് പോല്ല. എടാ അമ്മക്കെന്താ പണി? നമ്മളൊന്നും ഇറങ്ങിക്കൂടെ? മലയാളിക്കൊരു പ്രത്യേകത ഉണ്ട്, മലയാളി ഇങ്ങനെ ഇരിക്കേണ്ട ചോദിക്കാൻ ഒരു പണിയില്ലാന്ന് വിചാരിക്കുക. എന്താടാ ഇങ്ങനെ ഇരിക്കണേ? എടാ പണിയൊക്കെ ബംഗാളി കൊണ്ടുപോയി എന്ന് പറയും. എന്നാ ഇന്ന് പണിക്ക് വരുമോ? ഇല്ല, എനിക്ക് ഒഴിവില്ല. അവൻ വെറുതെ ഇരിക്കുകയാണെങ്കിലും വരൂല. പണിക്ക് വരും, പണിയൊക്കെ ബംഗാളി ഉണ്ട്, പക്ഷെ പണി നിൽക്കാൻ പോരൂല. ഒരു പണിക്ക് നിന്നാ നമ്മൾ വേറെ അവിടുന്ന് ഔട്ടാവും. അങ്ങനെ ആവുമ്പോ നമുക്ക് പണി കിട്ടുമോ? ഇവിടെ ഇല്ല. നമുക്ക് പണി കിട്ടണം. നമ്മളെ വാപ്പ അധ്വാനിച്ച പൈസ കൊണ്ട് ഇങ്ങനെ പോയാൽ മതിയോ? പോരാ, നമുക്ക് ജോലി എടുക്കണം. രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങണം, എന്നിട്ട് മണ്ണാർക്കാട് അങ്ങാടിക്ക് ഇറങ്ങാം. ഒരാളോട് ചോദിക്കാം, ഞാൻ ഇവിടെ പാത്രം കഴുകാം, എനിക്ക് പണി തരോ? 5 മണി വരെ കഴുകിക്കോ സോദര. വൈകുന്നേരം 300 കിട്ടുമ്പോ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത് ആ വീട്ടിൽ എന്തെങ്കിലും മത്തിയോ മീനോ അയിലേ വാങ്ങി അതെല്ലാവരും കൂടെ വട്ടത്തിൽ കഴിക്കുമ്പോ നമ്മളെ കുഞ്ഞു മക്കളെ നമ്മളെ കണ്ണക്ക് നോക്കും. വാപ്പാ നല്ല രസമുണ്ട് വാപ്പാ, നിങ്ങൾ കൊണ്ടുവന്നാലേ. അതാണ് ആവേശം. പിറ്റേ ദിവസം അധ്വാനിക്കും. അങ്ങനെയാണ് ഈ വാപ്പാരൊക്കെ മക്കളെ പോറ്റുന്നത്. പ്രിയപ്പെട്ട സഖി, ദുനിയാവിൽ ഒരു സഹോദരന്റെ ഒരു മനുഷ്യന്റെ മുമ്പിൽ കുമ്പിടാൻ അനുവാദമുണ്ടായിരുന്നുവെങ്കിൽ ഭാര്യയോട് ഭർത്താവിന്റെ മുമ്പിൽ കുമ്പിടാൻ പറയായിരുന്നു. പക്ഷേ അത് വേണ്ട. എന്റെ രാവിലെ മുതൽ വൈകുന്നേരം വരെ മരമുരുട്ടി ഏറ്റി വലിയ ടവറുമലൊക്കെ കയറി വെയിലും കൊണ്ട് പണിയൊക്കെ എടുത്ത് കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന ആ പണം ദൂർത്തടിച്ച് ചെലവഴിച്ച് നശിപ്പിച്ച് കളയാൻ പാടില്ല. നന്ദി കാണിക്കണം. കറുത്തു പോയി കാണും. ഒരന്റെ ഉള്ളിലിരിക്കുമ്പോ ചിലപ്പോ വെളുത്തിട്ടേക്കാരങ്ങൾ കറുത്തു പോയിട്ടുണ്ടാകും. ആ കറുത്ത പരിപാലിച്ച ആ ഭർത്താവിനെ ഭർത്താവായി കാണാൻ ഭാര്യയ്ക്ക് കഴിയണം. ഭർത്താവിനോ ഭാര്യയെയും അങ്ങനെ കഴിയണം. ഖത്തറിൽ ജോലി ചെയ്യുന്ന സഹോദരൻ കല്യാണം ഉറപ്പിച്ചിട്ട് പോയതാ, നിക്കാഹ് ചെയ്തിട്ടില്ല. അവിടെ വെച്ച് ആക്സിഡന്റ് ആയി. അവന്റെ കാല് പകുതി ഭാഗം മുറിച്ചു മാറ്റേണ്ടി വന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വരിക. പുതുമാരൻ പറഞ്ഞു, മോളെ നീ വേറൊരു കല്യാണം ആലോചിച്ചോ? നമ്മളത് തീരുമാനിച്ചിട്ടല്ലുള്ളൂ. എന്റെ കാല് പോയി. ഞാൻ പഠിപ്പിച്ച കുട്ടിയാ. എന്റെ കാല് പോയിട്ടുണ്ട്, അതുകൊണ്ട് ഈ വേറെ വിവാഹം അന്വേഷിച്ചോ, ഞാനും വേറെ അന്വേഷിച്ചോളാം. ഈ ഒരു പരിതാപകരമായ അവസ്ഥയ്ക്ക് വരണ്ട. ആ പെൺകുട്ടിയുടെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ 2 കാലുമുണ്ടായപ്പോൾ എന്നെ നോക്കാൻ തീരുമാനിച്ച ഒരു ഇക്കയുടെ ഒരു കാല് പോകുമ്പോ ഞാനല്ലേ ആ കാലാകേണ്ടത്?
എന്ന് നിക്കാഹ് ചെയ്തിട്ടുള്ളൂ വാപ്പ. നിക്കാഹ് ചെയ്തിട്ട് ഞാൻ നോക്കിക്കോളാം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ബെഡിൽ വെച്ചായിരുന്നു ആ പുതുനാരിയുടെ നിക്കാഹ്. അത് സ്വന്തം ഭർത്താവിനോടുള്ള സ്നേഹമാണ്. അങ്ങനെ ഓരോ വീടുമാകുമ്പോൾ ഞാൻ കഞ്ചാവ് വിറ്റിട്ടാണ്, അല്ലെങ്കിൽ കള്ള് വിറ്റിട്ടാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗം ഉപയോഗിച്ചിട്ടാണ്, ലോട്ടറി ഇട്ടിട്ടാണ്. അല്ല, എനിക്ക് നയിച്ചുണ്ടാക്കിയ പൈസയാണ്. ലോട്ടറികൾ എല്ലാ സ്ഥലത്തും ലോട്ടറി പീടികകൾ കണ്ടമാനമാണ്. എന്താ കാരണം? പ്രതീക്ഷകൾ മങ്ങുമ്പോൾ ലോട്ടറി വിൽപ്പന കൂടുന്നുണ്ട്. എന്നിട്ട് മെല്ലെ വെള്ളിയാഴ്ച പള്ളിക്കൊക്കെ ഒരുങ്ങി തുണിപ്പായൊക്കെ മാറ്റി ഒരു 11 മണിക്ക് അങ്ങാടിക്ക് ഇറങ്ങിയിട്ട് ലോട്ടറി പീടിയൊന്നും പോയി നോക്കും. ഇത് കഴിഞ്ഞിട്ട് എവിടുക്കാ പോകണമെന്നോ എവിടുന്നാ വരുന്നോ ആലോചന. അങ്ങനെ പോയി അല്ല പറയാ അടിച്ചാൻ സാധ്യത ഉള്ളത് ഏതാണല്ലേ. അപ്പൊ ആരോ അറിയാൻ പോകുന്നു, പടക്കണ്ട കുറച്ച് എന്താ പടച്ചോനാ മിന്നാമ്പുറത്ത് കൂടി പോയത്, പടപ്പുകളടാ. എന്നിട്ട് മെല്ലെ എവിടെ മെല്ലെ എന്തേലും ലോട്ടറി എടാകെ പിടുത്തം വിട്ട് നിൽക്കുക. അതിനിപ്പോ ദൂരെയാണ് പിടുത്തം വിടുന്നത്. അല്ല, 25 ഉറുപ്പ്യക്ക് എടുത്തിട്ട് അഥവാ 25 കൂടിയിട്ട് അടിച്ചു കേട്ടോ. അല്ല, അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പള്ളിക്കൊക്കെ ഒരു 5000 കൊടുത്താല് എല്ലാരും പ്രതീക്ഷ പള്ളിക്കൊക്കെ കട്ടീന്നുണ്ടെങ്കിൽ കൊടുക്കല. അല്ല, എന്നിട്ടോ വല്ല എടുത്ത് വീശിയിട്ട് വല്ല ജുമാക്കൊക്കെ പോയി അറിയാതെ സുജൂദ് പോയപ്പോ ലോട്ടറി ടിക്കറ്റ് അതാ പോറിന്. പിന്നെ എല്ലാരും മുന്നേ കൂടിയാണ് തയ്യാത്തിലും ഈ ആൾക്കാർ ആരെ പുതിർപ്പ് സലാം വീട്ടിൽ ആരെ പുതിർപ്പ്. അവസാന ഹത്തീബിന്റെ അടുത്ത് വിഷയായി. ഹത്തീബ് പിറ്റത്തെ വെള്ളിയാഴ്ച 12:15 പ്രസംഗത്തിൽ പിറ്റത്തെ ആഴ്ച എടുക്കണോ പോയി എടുക്കും. എന്നിട്ട് പറഞ്ഞ അരിയില വെക്കണം, ചീസിയിൽ വെക്കൂല, എടുക്കൽ വെക്കൂല, വിട്ടലിടണം. ഇതുകൊണ്ടൊന്നും ഒരാളും നേടിയിട്ടില്ല. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ചൂതാട്ടം അള്ള വിരോധിച്ചതാണ്. അയിക്കൂടി എടുത്തു. ഇനിയിപ്പോ കിട്ടിയോന്റെ കഥ നിങ്ങൾ ആലോചിച്ച് വേറെ സമൂഹത്തിലൊക്കെ കിട്ടിയോല്ലേ ഏണിയൊക്കെ മുറിച്ച് വിറ്റുള്ള ഓട്ടോറിക്ഷയൊക്കെ വിറ്റ് അവസാനം ഇത് കഴിഞ്ഞും ചെയ്തു. ഓട്ടോറിക്ഷ കിട്ടാനുമില്ല. അങ്ങനെ പിന്നമ്പാടി നടക്കുന്ന കുറെ ആളുകളെ ചൂതാട്ടം പാടില്ല. ചൂതാട്ടവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു പറമ്പിൽ പോകുമ്പോ 50 ഉറുപ്പ്യക്ക് 5 റിങ് തന്നിട്ട് അതിങ്ങനെ എറിഞ്ഞാല് എനിക്ക് കിട്ടണം പോലെ അത് എനിക്കുള്ളതാണ്. പാടില്ല. റോഡിന്റെ അകത്തിരിക്കാൻ 10 നമ്പർ ആണ്ട് പോയാ 10 ഉറുപ്പ്യ, ഇങ്ങോട്ട് പോയാ 20 ഉറുപ്പ്യ. പാടില്ല. അള്ള വിരോധിച്ചതാണ്. അങ്ങനെയുള്ള ചൂതാട്ടമാർഗങ്ങളും അതുപോലെ ആരെ പേടിച്ചോ പേടിക്കാതെയോ ഒളിഞ്ഞു കളിക്കുന്ന ചൂതാട്ടക്കളികളും 1 നമ്പർ ലോട്ടറികളുമൊക്കെ ഇസ്ലാം വിരോധിച്ചതാണ്. യുവത്വം ആ ഒരു മാർഗത്തിലൂടെയല്ല. നിന്റെ സമ്പത്ത് നീ എങ്ങനെയാണ് ചെലവഴിച്ചതെന്ന് പടച്ചറപ്പിനോട് പറയേണ്ടി വരും. അതുകൊണ്ട് വേണം ബാപ്പാക്ക് മരുന്ന് വാങ്ങിയേ വേണം, ഉമ്മാക്ക് മരുന്ന് വാങ്ങിയേ വേണം, പെണ്ണുങ്ങൾക്ക് തുണിയുപ്പായെടുത്ത് വേണം, കുട്ടിയാക്ക് കൊടുത്ത് വേണം. അല്ലാതെ അവിടെ ചെന്ന് ബുധനാഴ്ച 400 മന്തി ഞാനുണ്ട് ചങ്ങായിമാരും, വ്യാഴാഴ്ച കബുസ ഞാനും ചങ്ങായിമാരും. നമ്മളത് മുഴുവൻ ഇങ്ങനെ ചങ്ങായിമാരായ പറ്റുമോ? എന്നും വൈകുന്നേരം കമ്പനി കൂടി ഇങ്ങനെ ഹോട്ടലിൽ പോയി ഭക്ഷണം തട്ടിയാൽ നമ്മളെ പുരേക്കുണ്ടാവോ? ഇല്ല. നമ്മളെ അപ്പാക്ക് കൊടുത്തു, നമ്മളെ അമ്മാക്ക് കൊടുത്തു, നമ്മളെ പെണ്ണുങ്ങൾക്ക് കൊടുത്തു, നമ്മളെ കുട്ടികൾക്ക് കൊടുത്തു. എന്തിന് ചെലവഴിച്ചു? ദീനിയായ കാര്യത്തിന് പള്ളി, മദ്രസ, എല്ലാത്തിനും തികഞ്ഞോളന്നില്ലട്ടോ. പക്ഷേ കൊടുക്കണം. അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഇത് പ്രവർത്തിച്ചതെന്ന് എന്നോടുങ്ങളോട് ചോദിക്കും. ഈ വാള് മാത്രമല്ല കേട്ടോ, ഇതിപ്പോ ഒരു ചെറിയൊരു വാളാണ്. എല്ലാ വെള്ളിയാഴ്ചയും വാള് കേൾക്കും നിങ്ങൾ പള്ളിക്ക്. എല്ലാ വെള്ളിയാഴ്ചയും വർഷത്തിൽ 4 വാള് നാട്ടിലുണ്ടാവും. ഇതൊക്കെ കേട്ട് എന്താണ് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകള് അങ്ങനെയല്ല കേട്ടോ. ചില നാട്ടിൽ മലയാളം പറയുന്നത് കുഞ്ഞിപ്പള്ളി ആയാലും മുജാഹിദ് പള്ളി ആയാലും മലയാളം പറയുന്നത് കേൾക്കാൻ വരൂല. മലയാളം പറഞ്ഞാൽ ചില പള്ളിയിൽ 12:15 തുടങ്ങും, 12:45 വരെ മലയാളം കേൾക്കാൻ വരൂല. അവസാനം അത് കഴിഞ്ഞു എന്ന് മിസ്കോൾ അടിച്ചു മാറ്റാം. കഴിഞ്ഞു. അപ്പൊ എല്ലാവരും കൂടി അങ്ങാടിന്ന് ഉപ്പായക്കെട്ടുങ്ങാണ്ട് വരും. അപ്പൊ അങ്ങനെയുള്ളവരോട് ചോദിച്ചാൽ എന്താ പറയുക? മനെ കേട്ടാ പിന്നെ അതിനനുസരിച്ച് നടക്കണ്ടേ. കുറച്ചോട് കേട്ടില്ല എന്ന് പറയാലോ. എങ്ങനെ നമ്മൾ പറയാ? നമുക്കതിനുള്ള ചാൻസ് ഉണ്ടോ? നമുക്ക് വേണ്ടിയുള്ള ഉസ്താദുമാര് പറയണത് അത് നമ്മൾ കേട്ടിട്ട് അങ്ങനെ നടന്നിട്ട് എന്തേ ഉള്ളൂ
എന്തേ ഉള്ളൂ? 35-ാമത്തെ വയസ്സിൽ കൊട്ടിപ്പടിയുമ്പോ കരയത്ത് കരുതല പണിയണമായല്ല സഹോദര നമ്മൾ പണിയണേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. വെള്ളമൊന്നും ചിലപ്പോ കിട്ടൂല, കരഞ്ഞിറങ്ങാൻ ചിലപ്പോ വെള്ളം അന്ന് പേടി തോന്നുന്നുണ്ടാവില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരും പറഞ്ഞുതരാതെ 3 വട്ടം റോട്ടിന്റെ പക്കത്തുനിന്ന് വണ്ടി മറിഞ്ഞ് ചോരി കുഴിച്ച് കൊടുക്കുമ്പോഴും ചെല്ലുമ്പോ അതിനൊരു ബർക്കത്തുണ്ടടാ, അതിനൊരു ബർക്കത്തുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉറക്കെ ആയി ചൊല്ലിത്തന്നില്ല. റോട്ടില് ചോരയിൽ കളിച്ചിനാണ്ടാ കിടക്കണേ, എനക്ക് നഷ്ടം പറ്റൂല, ആശുപത്രിക്ക് എത്തിയില്ല, ആരും കൊണ്ടയിലാ നിൽക്കുക, നിനക്ക് പോയിട്ടില്ല, നിനക്ക് കിട്ടാനുള്ള കിട്ടി. ഒരു കാലമുണ്ടായിരുന്നു കേരളക്കരക്കൊരു കാലമുണ്ടായിരുന്നു. അമ്പോർത്തങ്ങളെ എന്ന ഒത്താച്ചിയുടെ വിളി കേട്ട് ജനിക്കുകയും കഴുത്തിലും കാലിലുമൊക്കെ കണ്ണപ്പൻ മൂരിക്ക് കെട്ടിയതുപോലെ ഒരുപാട് ഏലസും നൂലും കെട്ടി അങ്ങനെ ബാല്യകാലം മുന്നോട്ട് പോവുകയും അല്ലാഹു അല്ലാത്തവർക്ക് അറുക്കപ്പെട്ട പോത്തിറച്ചി തന്ന് യുവത്വം പിന്നീട് കാലം കഴിയുകയും അവസാനം മുഹീദ്ദീൻ ശൈഖ് എന്ന വിളിയോടുകൂടി കണ്ണടച്ചു പോവുകയും ചെയ്യുന്ന ഒരു കാലം മുസ്ലിം ഉമ്മത്തിനുണ്ടായിരുന്നു. അതല്ല എന്ന് മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ പഠിപ്പിച്ചതുകൊണ്ട്, വഅദ് പറഞ്ഞതുകൊണ്ട് സമൂഹം പഠിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ട് ജനിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം ലഭിക്കുകയും ചെയ്യും. എന്നൊരു ഗ്രന്ഥമുണ്ട്. അതിൽ പറയുന്ന 3 മരണങ്ങളുണ്ട്. ഒരു മരണം എന്താണെന്നറിയോ? ഒരു ചെറുപ്പക്കാരനോട് മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലാൻ കുടുംബക്കാർ ചൊല്ലിക്കൊടുത്തപ്പോൾ അവന്റെ നാട്ടിലുള്ളൊരു പാട്ടുപാടി, അവൻ മൂളിപ്പാട്ടും പാടി ഇങ്ങനെ നടക്കുക. ഇപ്പൊ നമ്മൾ 2 വയറും വെച്ച് ഇങ്ങനെ നടക്കണേ, 2 വയറും വെച്ച് കശേരി കുത്തർന്ന് ഇങ്ങനെ ഓന്തി ഇറങ്ങനായി കടക്കൂല. നമ്മള് പറഞ്ഞാലും കേൾക്കൂല, വിളിച്ചാലും കേൾക്കൂല, ഉറങ്ങാൻ പറഞ്ഞാലും കേൾക്കൂല, തിന്നാൻ പറഞ്ഞാലും കേൾക്കൂല. കേൾക്കും. ചൂട് വെക്കണമെങ്കിൽ ചെയ്യുന്നത് എടുക്കണ്ടേ? വാപ്പ പെരിയിലുണ്ടായാൽ വാപ്പ ഉണ്ടായിരുന്നൊരു വലിയ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളെ പോലത്തെ 5 വാപ്പ ഉണ്ടായിട്ട് എന്താ കാര്യം? ഒന്നും അറിയില്ല, ഒന്നും പറയില്ല, ഒന്നും മുണ്ടൂല, കുട്ടികളോട് ചോദിക്കൂല, ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നമുക്ക് നേരല്ല. അപ്പൊ എന്താ നമ്മളാകണം. അപ്പൊ സമ്പത്ത് ചെലവഴിച്ചതുപോലെ കിട്ടിയതുപോലെ യുവസനും ഹംസൻ കബില ഹംസൻ എടാ, നീ നല്ലവനായി നല്ലത് ചെയ്ത് നല്ലത് തിന്ന് നല്ല മനുഷ്യനായി ഹറാമ് ചെയ്യാതെ വ്യഭിചരിക്കാതെ അഴകുണ്ട്, അംഗീകാരമുണ്ട്, സ്ഥാനമുണ്ട്, ആരോഗ്യമുണ്ട് ഒക്കെ നിലനിർത്തി യുവസനും ഹംസൻ കബില ഹംസിൻ 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം. കബില മൗതിക, നിന്റെ മരണത്തിന്റെ മുമ്പ് നിന്റെ ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്തുക. നാളെ രോഗമാണ് വരാൻ പോകുന്നത്, ഇന്ന് നിന്റെ ആരോഗ്യത്തെ നീ ചെലവഴിക്കണം. നാളെയതാ നിനക്ക് വാർദ്ധക്യമാണ് വരാനിരിക്കുന്നത്, ഇന്ന് നിന്റെ യുവത്വം നീ ചെലവഴിക്കണം. രാവിലെ എന്താ പണി? രാവിലെ ഞാൻ നടക്കാൻ പോകും. അത് കഴിഞ്ഞാൽ പിന്നെന്താ വരും? പിന്നെ ആ നടത്തത്തിന്റെ ഇരുത്തിരിക്കും. പിന്നെ ഞാനൊരു 1 മണിയാവുമ്പോ ഞാനൊരു കളിയുണ്ട്, അത് കളിച്ചാൻ പോകും. അത് കഴിഞ്ഞാലോ പിന്നെ 4 മണിക്ക് ഞങ്ങളൊരു വേറൊരു വോളിബോൾ കളിയുണ്ട്, അതിന് പോവും. പിന്നെ ഒരു 7-6 മണിയാവുമ്പോ ഞാൻ ടർഫിക്ക് പോവും. പിന്നെ ഒരു 11 മണിയാവുമ്പോ ആക്കെ കഴിഞ്ഞ് പെരീക്ക് വരും. അതെനിക്ക് പെരീക്ക് വരും, ഞങ്ങൾക്ക് അവിടെ തന്നെ കടന്നു പറഞ്ഞാൽ പോരെ. അല്ല അതൊരു മോശമല്ലേ? റേഷൻ കാർഡിൽ വേണ്ടേ? നമുക്കൊരു നേരവും കാലമൊക്കെ ഉണ്ട്. ഒരു വാച്ചൊക്കെ ഇല്ലേ നമുക്ക്? വാച്ച് കെട്ടണ്ട. സുബഹിക്ക് എഴുന്നേറ്റ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നെയാണ് വിളിക്കണേ. എടാ 11 മണിക്ക് ടർഫിന്ന് പോയി ടൗസർ തുറഞ്ഞാൽ എങ്ങനെയാണ് ഈ 5 മണിക്കത്തൊക്കെ കേൾക്കുവോ? 5:15 കേൾക്കുവോ? കേൾക്കൂല. നമുക്ക് അസർ കഴിഞ്ഞ 5 മണി മുതൽ 6 മണി വരെ പൊരിഞ്ഞ കളിച്ചോളി, പേരും കളി. ആ നേരത്തെ ടർഫ് കളിച്ചാൽ കായും കുറവാണ്, കളിച്ചോളിയാണ്. എന്നിട്ട് മഗ്‌രിബ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അത് കേട്ടാ പിന്നെ സുധാകരനും മണീശനും അതേപോലെ തന്നെ നമ്മളെ നാട്ടിലുള്ള ദാസനും ഓൽക്കും വേണ്ടെങ്കിൽ കളിക്കാം. 24 മണിക്കൂറും അഹ്ലു കിതാബികൾ കളിച്ചാൽ മതിയോ? പോലും കളിക്കട്ടെ. എന്നിട്ട് നമ്മൾ ആ ബാങ്ക് ടൗസറ കൂലി വെച്ച് നമ്മൾ ഒരുങ്ങി കുളിച്ച് പള്ളിക്കൊക്കെ വരിക. കൂട്ടരെ നിങ്ങൾ കണ്ടില്ലേ ഈ കളിസ്ഥലത്തുനിന്ന് കുഴഞ്ഞു വീകുന്ന പ്രഗത്ഭരായ ഗോളടിച്ചിട്ടൊക്കെ കണ്ണ് മറഞ്ഞുപോയ ആളുകളെ കണ്ടില്ലേ നിങ്ങൾ? നമ്മളെ ബാപ്പി നമ്മളെ ഉമ്മയൊക്കെ നമ്മളെ മയ്യത്ത് മുന്നിൽ വെച്ച് നിസ്കരിക്കണ്ടേ? എന്റെ കുഞ്ഞോനും എന്റെ കുഞ്ഞാപ്പൂ എന്നൊക്കെ പറയുമ്പോ അതിനനുസരിച്ച് ഒരു നിലയും വരിയൊക്കെ വേണ്ടേ?
അപ്പൊ നമ്മളുടെ ആരോഗ്യത്തെ എന്തിനു ചെലവഴിച്ച് ശബാബക ഖബല ഹർമിക, നാളെ വാർദ്ധക്യമാണടാ, ഇന്ന് നമ്മളുടെ യുവത്വമാണ്. ഇനാക ഖബല ഫഖരിക, നാളെ യഥാ നിനക്ക് ദാരിദ്ര്യമാണ് എത്തുന്നത്, നിനക്കിന്ന് ധന്യതയുണ്ട്. ഫറാഗക ഖബല ശുഗ്ലിക, നാളെ യഥാ നിനക്ക് തിരക്കാണ് വരുന്നത്, ഇന്ന് നീ തിരക്കണ്ട, നിന്റെ ഒഴിവുള്ള സമയം നല്ലതിനു വേണ്ടി ഉപയോഗിച്ചോ. ഇപ്പോ ഡിസംബർ അല്ലേ ഇങ്ങനെ വരികയാണ്. നിങ്ങളെ നാട്ടിലല്ല, ചിലയിടത്തൊക്കെ ഇങ്ങനെ ചെറുക്കന്മാരൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കാണും. എന്താ അല്ല അപ്പോ പിന്നെ ഒരു പിരിവുണ്ട്, എന്ത് നമുക്ക് ഡിസംബർ 24 കൊണ്ടുവരണ്ടേ? ടയർ വെച്ച് കൊണ്ടുവരില്ല, അല്ല നമുക്ക് കൊണ്ടുവരണ്ടേ, അത് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പിരിവാണ്, അത് കൊണ്ടുവരണം. ആയിക്കോട്ടെ, എന്താ ഇനി 23 പറഞ്ഞയച്ചിട്ട് വേണ്ടേ 24 കൊണ്ടുവരാൻ? അല്ലേ? അർദ്ധരാത്രി 12 മണിക്ക് ബ്ലാന്നറിഞ്ഞ വന്നാ മതിയോ? ആ അർദ്ധരാത്രി ലോകത്തുനിന്ന് വിട പറയുന്നവരുണ്ടാവൂലേ? ചരമക്കോളം പിറ്റേന്ന് നോക്കൂ നിങ്ങള്. ജനുവരി 1-ാം തീയതി ചരമക്കോളത്തില് നമ്മുടെ മണ്ണാർക്കാട്, പാലക്കാട് ജില്ലയുടെ മണ്ണാർക്കാട് പേജിൽ ഉണ്ടാവും 45-50 മരണങ്ങൾ. അവരുടെ വീട്ടിലൊക്കെ 24 എങ്ങനെയാണ് വന്നത് ചിന്തിക്കണ്ടേ? وهم يستريحون فيها ربنا أخرجنا نعمل صالحا غير الذي كنا نعمل. നാളെ അതാ പരലോകത്തെത്തുമ്പോൾ ഇഹലോകത്തു നിന്ന് മലക്കെത്തുമ്പോ പറയും, നാഥാ ഞങ്ങളെ രണ്ടാമതൊന്നു കൂടി അങ്ങോട്ട് തരണേ, ഞങ്ങൾ നല്ലത് ചെയ്തു കൊള്ളാം. അല്ലാഹു പറയും, അതൊക്കെ വെറും ഒരു വാക്കാണ്. അവനു അമ്മറക്കുമായ തദക്കറു ഫീഹി മൻ തദക്കറ വജാഅകും മന്നദീർ. 25-ാമത്തെ വയസ്സിൽ ലോകം വിട്ടുപോയൊരു ചെറുപ്പക്കാരൻ, അവനോട് പടച്ച റബ്ബ് ചോദിക്കുകയാണ്, നിനക്കെന്താടോ അന്തമില്ലായിരുന്നോ? നീ എന്തിനാണ് വേണ്ടാത്ത പണികൾക്കൊക്കെ നടന്ന് അർദ്ധരാത്രിയൊക്കെ മേലോട്ട് നോക്കി നടന്ന് ആളുകളെ ഉറക്കമൊക്കെ കുയിപ്പാക്കി അവസാനം നിന്റെ വീട്ടിലേക്ക് പോലും പോകാതെ ജനിച്ച 6 മാസം കഴിഞ്ഞ കുട്ടിയുടെ ചെവിടടക്കം പൊട്ടിക്കുന്ന രൂപത്തിൽ പടക്കമൊക്കെ പൊട്ടിച്ചുകൊണ്ട് റോട്ടിലൂടെ പന്താടി എന്തിനാണോ നടന്നത്? അന്തമില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു തരാൻ മഹല്ലിലെ ഉസ്താദൊക്കെ വെള്ളിയാഴ്ച നിന്നെ ബോധ്യപ്പെടുത്തിയിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്ന് നിനക്കൊരു അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ളൊരു സഹായവുമില്ല എന്ന് നമ്മളോട് പ്രഖ്യാപിക്കും. നിനക്ക് ആയുസ് തന്നില്ലേ എന്ന് ചോദിക്കും. ഈ ആയുസ് എന്ന എന്താണ് ഞങ്ങള് അന്തം വെക്കാൻ തഫ്സീറുകളിൽ കാണുന്നത്? ഒരു 16 വയസ്സെങ്കിലും അന്തായിന. നമ്മളെ കുട്ടികളൊക്കെ നമ്മളെ വീട്ടില് അല്ലേ, പുതുവർഷം എന്ന് പറഞ്ഞാൽ പുതിയ വർഷമാണ്. മുഹറം മാസം പുതിയ വർഷമാണ്. ജനുവരി 1 പുതിയ വർഷമാണ്. ആയിക്കോട്ടെ, പക്ഷെ കഴിഞ്ഞ വർഷത്തിൽ നമ്മളെ ജീവിതത്തിൽ എന്തൊക്കെയാ ഉള്ളത്, അടുത്ത വർഷത്തിൽ നമുക്ക് എന്തൊക്കെയാ വരാൻ പോണൊക്കെ പടച്ചോനറിയാം അല്ലേ? അറബികൾക്കിടയിൽ വ്യാപകമായ ഒരു ആശംസാ സന്ദേശമുണ്ട്. എടാ എല്ലാ കൊല്ലത്തിലും നന്നാട്ടെ, എനിക്ക് നല്ലത് വരട്ടെ, ഓലങ്ങനെ പ്രാർത്ഥിക്കലാണ്. നമ്മൾ മനസ്സിലാക്കുക. ഉമർ ഖത്താബ് പറയാ, ഹാസിബു ഖബല അൻ തുഹാസിബു. എടാ കഴിഞ്ഞ എന്റെ ജീവിതത്തൊന്നും ആദ്യം വിലയിട്ട് എന്നിട്ട് മതി നിന്റെ ബാക്കിയുള്ളത് അല്ലെ. വെറും വിനോദമായിട്ട് ജീവിച്ച് ഇങ്ങനെ പോയിട്ട് ആ വിനോദമായി അടിച്ചു പൊളിച്ച് അങ്ങനെ പോവുകയാണ്. അപ്പൊ നമ്മളോട് ചിന്തിക്കുക. ചെറുപ്പക്കാരനാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത്. പ്രായം ചെന്ന ആൾക്കാരൊക്കെ ആ വഴിയാണ്, നമ്മളെ ഉമ്മയൊക്കെ ആ വഴിയാണ്, നമ്മുടെ ഉപ്പയൊക്കെ ആ വഴിയാണ്. നമ്മളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പള്ളിയില് ജുമാ, പിന്നെ ഈ കൊറോണ സമയത്ത് എല്ലാം കഴിഞ്ഞ് ജുമയൊക്കെ തുടങ്ങിയപ്പോ ഉസ്താദ് ചോദിച്ചോലും ഇന്നിപ്പോ കുറെ അന്യസംസ്ഥാന തൊഴിലാളി ഉണ്ടല്ലോ പള്ളിക്ക്. അപ്പൊ നോക്കുമ്പോ അന്യസംസ്ഥാന തൊഴിലാളി എന്നല്ല, ആ നാട്ടിലുള്ളവര് തന്നെയാണ്. അപ്പൊ ഓല് നേരെ പള്ളിക്ക് ഒന്നുണ്ടാക്കി കഴിയാൻ മേലക്കാണ് ഓരോ പോകുക, താഴത്ത് കുത്തിർക്കൂല. നിങ്ങളെ നാട്ടിലല്ല പറയുന്നത്, പള്ളിന്റെ മേലക്കാണ് പോകും. അവിടെയുള്ള പല കഥ പറയാൻ പറ്റും. എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഏത് സിനിമക്കാ പോണ്, അപ്പൊ അവിടുന്നാണ് അവർ തീരുമാനിച്ചത്. താഴത്താവുമ്പോ ജുമയർക്കല്ലേ. എന്നിട്ട് അവസാനം മൈക്കില് അള്ളാഹു ആകെപ്പാടെ കൂടിയൊക്കെ തട്ടി ഉത്തർന്ന് ജുമയാവൂലത്. അപ്പൊ നമ്മളിതിന് ശ്രദ്ധ വേണം. നമ്മുടെ എല്ലാ കാര്യത്തിലും നമുക്കൊരു ഭക്തി വേണം. ഞാൻ നാളെ മരിക്കും, എന്റെ കാര്യത്തിൽ ഉണ്ടാകണം. നമ്മൾ ചിരിക്കുക കളിക്കുക. പള്ളിക്ക് പോയാലും ചിരിച്ചും കളിച്ച പിന്നെ ഞമ്മക്ക് എവിടെയാണ്? നമ്മൾ ആശുപത്രി പോയാലും
ഖുർആൻ ചോദിക്കാണ്, അഫമിൻ ഹാദൽ ഹദീസ് തഅജബൂൻ വതൽഹഖൂൻ വലാ തബ്കൂൻ. നിങ്ങൾ ഇങ്ങനെ അത്ഭുതം കൂടിയിരിക്കുകയാണോ? ഖുർആനൊക്കെ കേട്ട് അത്ഭുതം കൂടിയിരിക്കല്ലേ, ചിന്തിക്ക്. നിങ്ങൾ ചിരിക്കുകയാണോ? എന്താണ് നിങ്ങൾ ആരും അങ്ങനെ ലയിച്ചിരിക്കുകയാണോ? നിങ്ങളിങ്ങനെ ഒഴുക്കിനനുസരിച്ച് ഒഴുകുകയാണോ? അല്ല, നമ്മൾ തിരിച്ചു നീന്തണം സോദര, തിരിച്ചു നീന്തണം. തുവൈജിരി ഇമാം റഹ്മഹുല്ലാ, തുവൈജി റഹ്മഹുല്ലാ പറയാണ്, അൽ ഇൻസാനു മംലൂഉൻ ബി അംറാദ്. മനുഷ്യ രോഗം കൊണ്ട് നിറയാണിവിടെ. ഐസുഹു ഹഖീറൻ, അവന്റെ ആയുസ് വളരെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. സമാനുഹു ഖസീറൻ, കാലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അൽ ബർക്കത്തു മാനിഅ, ബർക്കത്ത് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അൻനിഅമത്തു സായില, അല്ലാഹുവിന്റെ നിഅമത്തുകളൊക്കെ വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലായ നാസില, പല പരീക്ഷണങ്ങളും നമ്മളെ കാത്തിരിക്കുന്നു. മനായ ഹാലിയ, നമ്മളുടെ മരണം വിധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മരണം അള്ളാന്റെ കളയിൽ വന്നു കഴിഞ്ഞു. നിങ്ങളുടെ ഖബറിലേക്ക് പോകുന്നതിന്റെ മുമ്പ് നിങ്ങളുടെ ഖബറിലേക്കുള്ള ജീവിതത്തിന് നീ എന്താണ് നോക്കിയതെന്ന് നോക്കണം. അൽ ഉഖലാ സലാസ്. ബുദ്ധിമാൻ ആരാണ്? യഹ്യാ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയാ, ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ മൻ തറക ദുനിയാ ഖബല അൻ തുത്രകു, ദുനിയാവ് നമ്മളെ വിടുന്നതിന്റെ മുമ്പ് ദുനിയാവിനെ വിടാൻ കഴിവുള്ളവൻ. വബനാ ഖബറുഹു ഫി ഖൽബിഹി ഖബല യദ്ഖുലഹു, ഖബറിൽ കിടക്കുന്നതിന്റെ മുമ്പ് സ്വയം ഖബർ മനസ്സിൽ കുത്താൻ. വഅല്ലാഹു ഖാലിഖഹു ഖബല യൽഖാഹു, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതിന്റെ മുമ്പ് നമുക്ക് അല്ലാഹുവിനെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹമുള്ള മനുഷ്യന്മാർ മാറാം. പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ടായിരിക്കണം നമ്മളുടെ എല്ലാ കാര്യങ്ങളും. ഹറാമായതിന്റെ ഒരാസ്വാദനം നമുക്ക് വേണ്ട. കള്ള്, കഞ്ചാവ്, പെണ്ണ്, ചാറ്റിങ്, അല്ലേ? നമ്മൾ പെരയിലിരുന്ന് ഇങ്ങനെ ഫോൺ ചെയ്യാം. നമ്മളെ വാപ്പുണ്ടാവും, നമ്മളെ അമ്മ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഫോൺ ചെയ്യുമ്പോ നമ്മൾ അവിടുന്ന് ആലോ അങ്ങാട് പുറത്തു കൂടെയാണ് പോകും. പറങ്കൂച്ചി തോട്ടത്തേക്ക്, പണ്ട് പറങ്കൂച്ചിയാണ്, ഇപ്പൊ പറങ്കൂച്ചൊന്നുമില്ല, തെങ്ങും തോട്ടത്തിൽ കൂടെയാണ് പോകും. ആ നേരത്തെ പെണ്ണുങ്ങൾക്ക് ഒരു ഫോൺ വരും, ഓളാക്കണം അപ്പുറത്ത് അമ്മരത്ത് കൂടി അതിലാണ് പോകും. കുട്ടികളോട് ചോദിച്ചേട്ടാ അമ്മ ഏതോ ഒരു കോളൊന്നപ്പോ അമ്മ ഇതങ്ങനെ പോയി, വാപ്പി കോളൊന്ന് ഇതിലാണ് പോയി. ഒരുത്തന്റെ പേരെന്താ അറിയോ? കേറ്റിച്ചാടി. അപ്പൊ അന്തിക്ക് ഇതേമാതിരി ഫോണേറ്റ് ആലോ അല്ലാന്ന് പോയ അവനാന്റെ അമ്മാന്റെയും ബാപ്പാന്റെയും പെണ്ണുങ്ങളെയും മുമ്പൊന്നും ഫോൺ ചെയ്യാൻ പറ്റാത്ത ഫോൺ ഏതാന്നൊക്കെ വരില്ലേ? സൂക്ഷിച്ചോളി, ശ്രദ്ധിച്ചോളി. നിങ്ങൾ വിചാരിക്കും ഇയാള് വെള്ളറിയാൻ വന്നാണ്, അത് നമ്മളെ കൊളാക്കാൻ വന്നാണ്. അതിന് പോകുന്നത് തന്നെയാണ്. കാരണം ദീനൊരു വശത്ത്, ദീനിന്റെ നമ്മളുടെ വേഷം ഒരു വശത്ത്, നാടിന്റെ തകർച്ച വേറൊരു വശത്ത്. അവസാനം നാടിൽ ഓരോന്ന് സംഭവിക്കുമ്പോ ആളുകൾ തലയിൽ കൈവച്ച് പറയാ, ഓനോ ഇവളോ എന്താ സംഭവിക്കണേ? ഒരാളും പെണ്ണും ഒറ്റപ്പെട്ടാൽ അവിടെ ചെറുത്താൻ ഇടപെടുക തീർച്ചയാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. അവിടെ ഒറ്റപ്പെട്ടു പോകും. അതുകൊണ്ട് ഇന്നല്ലാഹ ലം യജഅൽ ശിഫാഅകും ഫീമാ ഹറമ അലൈക്കും, നമുക്ക് ഹറാമിൽ നമുക്ക് ആസ്വാദനമില്ല, ശമനമില്ല. നമുക്ക് ഹറാമുമായി ബന്ധപ്പെട്ട, ഇന്ന് രാവിലെ ഒരു അങ്ങാടിയിൽ നിൽക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ചോദിക്കാണ്, ഒരു ചായക്കുള്ള പൈസ തരുമോ? അപ്പൊ ഞാൻ മുമ്പ് ഒരിക്കൽ പേര് കൊടുത്തപ്പോ ആൾക്കാരൊക്കെ പറഞ്ഞോട്, നിങ്ങൾ ഓനാ പൈസ കൊടുത്ത് 100 റുപ്യ ആകുമ്പോ മറ്റോടത്തേക്ക് പോകും. അധ്വാനിക്കാൻ കഴിവുണ്ട്, പക്ഷെ അവന്റെ ഹരമാണ്. അപ്പൊ ചില ആൾക്കാരെന്താ പറയാറോ, ഞങ്ങളെ ഇനി കള്ളൊന്നും കുടിച്ചിട്ടൊന്നുമില്ല. എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം കടന്നു വരും. വാദ്യോപകരണ സംഗീതങ്ങളും മദ്യവും അതുപോലെ തന്നെ പട്ടും അതുപോലെ തന്നെ അലങ്കൃതമായവയെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹലാലായവർ അറിയപ്പെടും. അവർ പറയും, എന്റെ ഉമ്മത്ത് മദ്യപാനം ചെയ്യും, മറ്റേ പേരിലായിരിക്കും വിളിക്കുക. മറ്റേ പേരിൽ വേറെ ഏതെങ്കിലും പേര് പറഞ്ഞാണ് വിളിക്കുക. അപ്പൊ അത്തരത്തിലുള്ള ലഹരിയും അതുപോലത്തെ തിന്മകളും നാട്ടിൽ കടന്നു വരുമ്പോ അത്തരത്തിലുള്ള എല്ലാ മാർഗങ്ങളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? മാറി നിൽക്കണം. അന്ധവിശ്വാസത്തിൽ നിന്ന് മാറി എല്ലാ ദിവസവും പഠിച്ചുകൊണ്ട് ദിവസം നിങ്ങൾ നല്ല. ഇന്നിപ്പോ നോക്കിങ്ങള്, ഇന്ന് ശനിയാണ്, നാളെ ഞായറാണ്, മറ്റന്നാള് പിന്നെ തിങ്കളാണ്. എല്ലാം നമുക്ക് മോശമായ ദിവസങ്ങൾ, നല്ല ദിവസം. നിങ്ങൾ നന്നായാൽ നല്ല ദിവസമാണ്. ചിലര് പറയും എന്നൊരു മോശമുള്ള ദിവസമാണ്. രാവിലെ ആരെങ്കിലും സാധനം വാങ്ങാമെന്ന് പറയും, കാക്കോ ഒരു സോപ്പ് വരി, സോപ്പ് പിന്നെ
പിന്നെ സോപ്പൊക്കെ കൊടുക്കും. എന്നിട്ട് എന്താ പറയാറ്, കായ് വാപ്പ വൈകുന്നേരത്തേരുന്നു ആ സോപ്പൊടക്കെ കുറച്ചുകൂടി ഇത് കുഞ്ഞാക്കിയല്ലേ എന്തിപ്പോ പറ്റി? മൂപ്പര് നമ്മളെ നാട്ടിലല്ലേ ആണ്. രാവിലെ തന്നെ ഔവൽ സുബൈക്ക് കട 9 മണിക്കാ പേടി ഉറക്കുക. ഔവൽ സുബൈ ഏതാണെന്ന് നമുക്കറിയാം. രാവിലെ കടം പോയാൽ പിന്നൊന്നും നടക്കൂല. ഇതൊക്കെ ആര് പഠിപ്പിച്ചതാണ്? നമ്മളെ നാട്ടിലൊക്കെ ഓഡിറ്റോറിയത്തിൽ ചൊവ്വാഴ്ച കല്യാണം നടത്തണമെങ്കിൽ 15,000 ഉറുപ്പ്യുള്ളൂ. ചൊവ്വാഴ്ച കല്യാണം വെച്ചാൽ 15,000 ഉറുപ്പ്യ, അല്ലെങ്കിൽ 35, 40, 50. കാരണം അറിയോ, ചൊവ്വാഴ്ച ഹിന്ദുക്കൾക്കും ചൊവ്വില്ലോലോ മുസ്ലിങ്ങൾക്കും ചൊവ്വില്ലോലോ. ഏത് ഖുർആനിലും അതിലുമില്ല. നമ്മളെ കൗമിനെ എവിടുന്ന് കിട്ടിയതായിരുന്നു? അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളെ വീട്ടിൽ ഒരു കലണ്ടർ, ഞാൻ കലണ്ടർ ഏതാണെന്ന് പറയില്ല, ഒരു കലണ്ടറിൽ നോക്കുമ്പോ പിന്നെ ഒരുപാട് ദിവസങ്ങൾ ആ കലണ്ടർ വെച്ചിട്ട് നോക്കുന്ന പിന്നെ മാസത്തിലെ മോശമായ ദിവസങ്ങൾ നിങ്ങളെ വീട്ടിൽ ഉണ്ടാകാൻ സാധ്യത. മണ്ണാർക്കാടൽ ദീനിയായ നാടാണ്, അതുകൊണ്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. അപ്പൊ എന്താ അറിയോ, മാസത്തിൽ 7 ദിവസം മോശമാണ്. ഒരു കലണ്ടറിൽ എഴുതിച്ചേക്ക മാസത്തിൽ 7 ദിവസം മോശമാണ്. പിന്നെ എല്ലാ അറബി മാസത്തിലെയും 3, 5, 13, 16, 21, 24 അവസാനത്തെ ബുധനാഴ്ച എന്നീ ദിവസങ്ങൾ നഹ്സിന്റെ ദിനങ്ങളാണ്. അന്നൊന്നും പറ്റൂല, മോശമായ ദിവസം. പിന്നെ മുഹറം മാസം പവിത്രമായ മാസം. കലണ്ടറുകാർ ഏതെങ്കിലും അടിച്ചേക്കാരോ അന്തണ്ടായിട്ടുണ്ടാവില്ല. മുഹറം മാസം പവിത്രമായ മാസം. അതിൽ 2-ാമത്തെ ദിവസം മോശമാണ്, 3-ാമത്തെ ദിവസം മോശമാണ്, 12-ാമത്തെ ദിവസം മോശമാണ്, 13-ാമത്തെ ദിവസം മോശമാണ്. ഇനി റമളാൻ മാസം എന്ന് പറഞ്ഞാൽ നോമ്പ് വിൽക്കണ മാസം. അതിൽ 3-ാമത്തെ ദിവസം മോശമാണ്, 11-ാമത്തെ ദിവസം മോശമാണ്, 13-ാമത്തെ ദിവസം മോശമാണ്, 20-ാമത്തെ ദിവസം മോശമാണ്, 23-ാമത്തെ ദിവസം മോശമാണ്. ദുൽഹജ്ജ് മാസം 3 മോശമാണ്, 6 മോശമാണ്, 8 മോശമാണ്, 13 മോശമാണ്, 23 മോശമാണ്. ഇതാണ് നമ്മളെ മോശം. വേറൊന്നുമില്ല, നമ്മളതെല്ലാം ഉഷാറ സമ്മേളനം ഒക്കെ ഗംഭീരാണ്. പക്ഷെ ഈ ജാതിയുടെ മോശത്തരല്ല. നമ്മളെ വീട്ടിലെ കലണ്ടറിലും ചില യതീംഖാനകളുടെ സ്ഥാപനം കൊണ്ട് നോക്കിയാൽ ഈ ഇത്തരത്തിലുള്ള ദിവസങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെതാണ് എല്ലാ ദിനങ്ങളും. നമ്മൾ നല്ലവരാകാം, വിശ്വാസത്തിലും നല്ലവരാകാം, കർമ്മത്തിലും നല്ലവരാകാം. അങ്ങനെ ഒരു നല്ല യുവത്വം ഉണ്ടാകുമ്പോൾ ആ യുവത്വം നാടിന് ഒരു വിലയാണ്. ജുമഅക്കൊക്കെ നേരത്തെ എത്തി പള്ളിയിലിരുന്നിട്ട് ഒന്ന് ഓതി അങ്ങനെ ആ ജുമഅയിലേക്ക് കടന്ന് ജുമഅ കഴിയുമ്പോൾ സുന്നത്ത് നമസ്കാരം ദിക്റുകളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി ചെന്ന് വാപ്പ ചോദിക്കും, രോഗിയായ ഉമ്മ ചോദിക്കും, എന്തേനടാ ഹുത്തുവ പറഞ്ഞു ഉസ്താദ്? അപ്പൊ അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഒരു ഉറപ്പൊക്കെ ഉറങ്ങി അസറിന് പള്ളിക്കൊക്കെ വരുമ്പോൾ അതൊക്കെ ഒരു നന്മയാണ്. അങ്ങനെയാകണം നമ്മളുടെ കല്യാണം കൂടി. കല്യാണം കൂടി ഇപ്പോ ഒരു ട്രെൻഡ് എന്താ, നിങ്ങള് സർപ്രൈസ് കൊടുക്കുക. അതുകൂടി പറഞ്ഞ അവസാനം എന്താ സർപ്രൈസ്? ഗൾഫിൽ നിന്ന് വരുന്നത് പറയാതെ വരിക, മുണ്ടാതെ വരിക, എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് യൂട്യൂബ് ചാനലിനെ കൂട്ടിയ പരീക്ക് വരിക, സ്വന്തം പരീക്ക് ഇങ്ങനെ വന്നിട്ട് രാത്രി 3 മണിക്ക് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ വന്ന് നല്ല ഗേറ്റ് തുറന്ന് നല്ല വാതില് മുട്ടി അപ്പമ്മ വന്നുകാണ്ട് മുത്തേ നല്ലൊരു ദുഃഖ എന്നിട്ട് അത് വീഡിയോയിൽ എടുക്കുക. അത് കഴിഞ്ഞ് പെണ്ണുങ്ങളുണ്ടാവും പല്ലും കൂടി നേക്കാതെ വന്നുകാണ്ട് ഇവിടെ ഒരു ഉമ്മയല്ല ഒരു കോട്ടിയെന്ന് മക്കൾ ഇങ്ങനെ അന്തം വിട്ട് വാപ്പാക്ക് തീരെ അന്തല്ലേ എത്തിക്കാണ്ട് അയച്ചാ നീച്ചില്ല ഒട്ടും പാത്താ നീച്ചതേക്കാരോ നേരെ വാപ്പാനെ നോക്കും. ഇതൊക്കെയാണ് സർപ്രൈസ്. ഇതാര് പഠിപ്പിച്ച കുട്ടി? ഭാര്യമാരുടെ രഹസ്യം ചോർന്നുകൊണ്ട് നീ കാലടിപ്പാടിനെ പിന്തുടർന്ന് വരതരാ പരീക്കുന്ന ആരാ പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ചാനലുകാർ കൊണ്ടുവരുന്ന സർപ്രൈസ് നമ്മളെ പുരയൊക്കെ കൊണ്ടുവരാൻ പാടുണ്ടോ? ഒരുത്തം റിയാദൊന്നും വന്നു പരിയില് ബാപ്പ അംസാക്കേനും വന്നു രാത്രി 12 മണിക്കോട്ടെ ചങ്ങായിനെയും കൂട്ടി ആരും അറിയിച്ചാതെ ചങ്ങായിനെ കൂട്ടി എയർപോർട്ടിൽ നിന്ന് വന്ന് പെരീക്ക് വന്ന് ചാനലൊക്കെ തുറന്ന് വന്ന് ബാപ്പ ആരായി നിങ്ങളെ മകൻ ഗൾഫിന്നാണ് വന്നോടത്ത് പോയിക്കോണം അതൊന്നുമില്ല പറയാനുള്ള മുഴുവൻ പറഞ്ഞു. മേലാൽ ഈ വളപ്പുക്ക് ഇക്കോലത്തിൽ വന്നാ അന്നെ പെരീ തന്നെ എന്റെ പെണ്ണുങ്ങളെ വർദ്ധിച്ചില്ല പോയിക്കോളി അവിടുന്നാണ്. ഓന്റെ സങ്കടം 3 മാസം നിന്നിട്ട് തീർന്നിട്ടില്ല, ഇന്ന് വരെ തന്നെ അമ്മ ഉണ്ടാകുമ്പോ പോയിട്ടോ ബാപ്പാരെ അമ്മക്ക് അന്തം വെക്കണം, കുട്ടികളെന്തൊക്കെ ഇടുകാട്ടും അതിനനുസരിച്ച് ഇങ്ങനെ വിളിച്ചു നിന്ന് കൊടുക്കണ്ട നമ്മളെ അറിഞ്ഞു കൊടുക്കുക. റസൂല പറഞ്ഞത് യാത്ര കഴിഞ്ഞ് വന്ന മഹല്ല് പള്ളിയിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ടേ വീട്ടിൽ വരാവൂന്നെന്താ അറിയോ? ഭാര്യക്ക് തോന്നും മൂപ്പര് ഞാൻ ആരേറ്റൊപ്പം കറക്കുണ്ടോന്ന് സംശയം ഉണ്ടോന്നാണ് മുണ്ടാതെ വരുന്നത്.
അത് തന്നെയാണത്. അല്ലെങ്കിൽ എന്താ സർപ്രൈസ് കൊടുക്കാൻ അങ്ങനെ വരണോ? വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ വരും കുട്ടികളെ. എയർപോർട്ടിൽ നിന്ന് ഒരു മകൾ കണ്ടില്ല നിങ്ങൾ? എയർപോർട്ടിൽ വാപ്പ വരുമ്പോ എമിഗ്രേഷന്റെ അവർക്ക് മണ്ടിപ്പാഞ്ഞ് പോവുക, സൈനികം പിടിച്ചു. അവസാനം മറ്റേ സൈനികം പോയിക്കോട്ടെ, അതിന്റെ അടുത്തൊന്നും ഉണ്ടാവില്ല. അതിന്റെ വാപ്പാനെ പിടിച്ചാൻ പോവുക. വാപ്പാനെ പോയിട്ട് ഒരൊറ്റ പുടുത്താണ്, ജീവൻ പോയില്ലാണോ അജാതി പുടുത്താണ്. അങ്ങനെയല്ലേ കുട്ടികൾ വരിക. അല്ലാതെ ഈ ഇത് സർപ്രൈസ് കൊണ്ട് എന്തേ കിട്ടിയത്? സങ്കടമല്ലാതെ അല്ലേ? നമ്മളിങ്ങനെ ആധുനിക ലോകം പല കോലത്തിലാവും. അതൊക്കെ കണ്ട ഇന്ന് കുലുങ്ങണ്ട. അത് ഉസ്താദ് നമുക്ക് പറഞ്ഞെന്നാണ്. ഞാനിവിടുന്ന് പറയുന്നത് എന്താ വെച്ചാൽ അതൊരു വേണ്ട വിധം ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നുമല്ല, നമുക്കൊരു നിലപാടുണ്ട്. വിശ്വാസം, കർമ്മം, കുടുംബം, വീട്, നാട്, അതൊക്കെ ഒരു അംഗീകാരത്തിൻ്റെതാണ്. അത് ആ ഒരു യുവത്വം നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മുടെ ഖബർസ്ഥാനിലേക്ക് നമ്മൾ യാത്രയാകുമ്പോൾ നമ്മളുടെ മയ്യത്തിനേറ്റാൻ ആയിരങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നുണ്ടാകും. അവര് പള്ളിയിൽ ഖബർസ്ഥാനിൽ കൊണ്ട് ഖബറിലെ മുഹറാബിന്റെ ഇട കൊണ്ടുപോയിക്കുമ്പോൾ ഉസ്താദ് പറയുന്നതറിയോ, നമ്മുടെ നാട്ടിലെ സദ്വൃത്തനായ ഒരു ചെറുപ്പക്കാരൻ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ആത്മാർത്ഥമായി ദുആയിരക്കണം, ആ കൂട്ടുകാരൻ അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. അങ്ങനെ നമ്മളുടെ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ ഉസ്താദുമാർക്ക് മനസ്സുണ്ടാകണം. അള്ളാഹു അങ്ങനെ ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ സമ്മേളനം നേരാണ് നിലപാട് എന്ന ആദർശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഡിസംബർ 30-31 ദിവസങ്ങളിൽ നടക്കുന്ന സമ്മേളനം എറണാകുളത്താണ്. യുവാക്കൾക്ക് വരാനുള്ള സൗകര്യം ഈ നാട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ട്. എല്ലാ യുവജനങ്ങളും അതിൽ സംഗമിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സൗകര്യം ഇവിടെ ഒരുക്കിത്തരുകയും അതുപോലെ തന്നെ ഈ നാട്ടിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളും ഈ പരിപാടിയോട് മനസ്സുകൊണ്ടും അതുപോലെ തന്നെ ശരീരം കൊണ്ട് സഹകരിച്ചു. റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അള്ളാഹുവേ, എല്ലാവിധ ചെറുപ്പക്കാരെയും അധർമ്മകാര്യങ്ങളിൽ നിന്നും ജീവിതത്തിന്റെ മറ്റു മേഖല നാഥാനെ രക്ഷപ്പെടുത്തണമേ. അള്ളാഹുവെ, പഠിക്കാൻ പോകുന്ന മക്കൾ വഴിവിട്ട ജീവിതം നയിച്ച അവസാനം വീട്ടുകാർക്കും നാട്ടുകാർക്കും ഇല്ലാതെയായി പോകുന്ന അധർമ്മ മാർഗത്തിൽ നിന്ന് നാഥാനെ ഞങ്ങളുടെ മക്കളെ രക്ഷപ്പെടുത്തണേ റബ്ബെ. അള്ളാഹുവെ, വഫാത്തായ ആളുകൾ അള്ളാഹുവെ നീ അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. അല്ലാഹുമ്മ ഗഫൂർ ലിൽ മുഅ്മിനീന